നമ്പയും സുഹറയും പാത്തുമ്മയും എല്ലാം. സ്ത്രീ സ്വാതന്ത്ര്യം സ്വപ്നം കാണുന്ന നാരായണിയും ഭാർഗവിക്കുട്ടിയും, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ആയിഷയും, ലിംഗനീതിക്കായി ശബ്ദിക്കുന്ന സാറാമ്മയും ബഷീറിനൊപ്പം അരങ്ങിലെത്തുന്നു. അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടിൽ നിന്ന് തിരിച്ചറിവിന്റെ പുതുവെളിച്ചത്തിലേക്ക് കുഞ്ഞു താച്ചുമ്മ അടക്കമുള്ള പഴയ തലമുറയെ ബഷീർ നയിക്കുന്നു. ഇതാണ് നാടകത്തിന്റെ പ്രമേയം. നിങ്ങൾ എല്ലാവരെയും ഈ നാടകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാടകം ആരംഭിക്കുന്നു. ബഷീറിന്റെ മൊഞ്ചത്തികൾ. എന്റെ പ്രിയപ്പെട്ട പാട്ട്, സൈക്കിളിന്റെ മാസ്മരികമായ ശബ്ദം. അല്ല, ആരാ ഇത്? ഇവിടെ ബഷീറല്ലേ? ഞാൻ ചായ എടുക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ബഷീറെ? ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുലഭവുമായ ഒരു സുന്ദര കാലത്ത് ഞാൻ സൃഷ്ടിച്ച എന്റെ പ്രിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ കഥാപാത്രങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഒരു ശബ്ദം? ദാ നോക്കി, ആരൊക്കെയും വരുന്നെന്ന്. ആരും പേടിക്കണ്ട, ഇത് നമ്മുടെ ഭാർഗവിക്കുട്ടിയാ. വരൂ ഭാർഗവിക്കുട്ടി. എന്റെ റബ്ബേ, ദേ ഉമ്മ വരണു. റബ്ബുള്ളലമീനായ തമ്പുരാനെ, നിക്കാഹ് കഴിഞ്ഞ പെണ്ണാണ്. ഈ കാതലുകളുടെ കൂടെ സ്വർണ്ണം പറഞ്ഞിരിക്കുകയാണ്. എന്റെ കുഞ്ഞിത്താച്ചുമ്മ, അവൾ സ്വന്തമായി നടക്കട്ടെ. കാലമൊക്കെ മാറിയില്ലേ? ഇത് കണ്ട, ഇതാണ് ഭാഗ്യമാർഗം. ശുഭ ഉണ്ടാകുന്നോ? ഇവിടെ അയൽമക്കാരിന്റെ പുന്നാര മോള. എന്റെ ഉപ്പുപ്പാക്ക് ഒരാനയുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. ഈ പരമ്പരാണ് എന്റെ ഉപ്പുപ്പാന്റെ വലിയ കൊമ്പനാന വെറും കുയ്യാനയാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം. ബഷീർ എഴുതിയ കഥകൾ ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്. ഓ, ഒരു കുയ്യാനം. അതെ, അസലുള്ള ആനയായിരുന്നു. പിന്നെ എന്റെ ആന കുറ്റം പറയുന്ന കൂട്ടക്കാരൻ കൂടിയില്ലേലും കുഞ്ഞിപ്പാത്തിന്റെ നിക്കാഹ് ഞാൻ നടത്തും. ഇവളെ അരുമക്കാരന്റെ പുന്നാര മോളാ. എന്റെ ഉപ്പുപ്പാക്ക് ഒരാനയുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഇവർക്കൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കും കേൾക്കണ്ടേ? എന്താ ഉമ്മ ചായ കുടി? എന്നെ അറിയുമോ ഉമ്മ? ഞാൻ സൈനിബ, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ഞങ്ങളുടെ ബാപ്പ മുച്ചീട്ട് കളിച്ചു, പല ജോലികൾ ചെയ്ത് കുറേ കാശുണ്ടാക്കി. എന്തിനാണ് നമ്മ നിൽക്കാൻ കഴിക്കുക? എന്നിട്ട് ഞങ്ങൾ കിട്ടിയതോ ബാപ്പ മണ്ടൻ മുത്തപ്പാനെ വിളിച്ച് ആവശ്യമിരിക്കുന്ന മുത്തപ്പാന്. പക്ഷേ ബാപ്പയ്ക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിലും സൈനബയ്ക്ക് മുത്തപ്പാനെയും മുത്തപ്പാന സൈനബയും പെരുത്ത ഇഷ്ടമായിരുന്നു. നാരായണി പറഞ്ഞത് ശരിയാണ്. മുത്തപ്പാക്ക് ഞമ്മക്ക് മുത്തപ്പാനെ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞമ്മക്കെടുത്തോ എന്നെ നിക്കാഹ് കഴിപ്പിക്കാൻ ബാപ്പ സ്വരുക്കുട്ടിയെ കാശ് കൊണ്ട് ഞമ്മളെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ നമ്മൾ നല്ല ബുദ്ധിയും വിവരവും ഉള്ള ആളായ
നല്ല ഷേവിൽ 10 ആസോടെ ജീവിക്കാമായിരുന്നു. അതെ അതെ, ഈ സ്ത്രീധനമെന്ന ഏർപ്പാടിനെ ഞാൻ കഠിനമായി മറക്കുന്നു. എല്ലാ സമുദായത്തിലുമുണ്ട് ഈ ഏർപ്പാട്. അതുപോലെ ജാതിയും മതവും, ഇതൊന്നും ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കരുത്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ മക്കളെ ഒരു മതത്തിലും പെടാതെ വളർത്താനാണ് കേശവൻ നായരും ഞാനും തീരുമാനിച്ചത്. വിശ്വാസത്തെയോ മതത്തെയോ കുറിക്കുന്നതൊന്നും മക്കളുടെ കീഴിൽ പോലും ഉണ്ടാവരുതെന്ന് സാറാമയ്ക്കും കേശവൻ നായർക്കും നിർബന്ധമായിരുന്നു. ഇവരുടെ ആദ്യത്തെ തങ്കക്കുട്ടന്റെ പേരറിയില്ലേ? എന്റെ സുഹറ, അതാർക്കാ അറിയാത്തത്? ആകാശമിട്ടായി. എടാ മോനെ, ആകാശമിട്ടായി, നീ എവിടെയാണ് ആകാശമിട്ടായി? ഒന്ന് നിർത്തോ, ഒരു ആകാശമുണ്ടായി. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തു? ഇജ്ജ അതിനെന്ന് തറയെ നിർത്തി വന്ന നേരം മുതൽ ഒക്കത്ത് വെച്ചാണ്ടിരിക്കണം. എൻ്റെ റബ്ബേ, തറയിൽ നിർത്താനോ? പെരുത്ത് വികൃതിയാ. നിങ്ങളുടെ തുണിയും കൂടെ കടിച്ച് തിന്നുമ്മ. പാത്തുമേന് വാ, പാത്തുമയുടെ ആടിന് കഴിക്കാനുള്ളത് ഞാൻ തരാം. സാറാവ് നേരത്തെ പറഞ്ഞത് ശരിയാ. ഒരു മതിലുകൾക്കും മനുഷ്യനെ വേർതിരിക്കാൻ പറ്റരുത്. ഒരു മതിലിന്റെ ഇരുവശത്തും ഇരുന്ന് പരസ്പരം കാണാതെ സ്നേഹം പങ്കിടാമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒടുവിൽ ആ മതിൽ കെട്ടിനകത്ത് ഞാൻ തനിച്ചായി. നാരായണി നാരായണി എന്ന് നീട്ടിയുള്ള വിളി കേൾക്കാനാവാതെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഒടുങ്ങിയ ഒരു കമ്പ് ആകാശത്തേക്ക് വീണ്ടും വീണ്ടും എന്റെ കൈകൾ കുഴഞ്ഞു പോയി. പക്ഷേ ഞാൻ തളർന്നു പോയില്ല. എന്റെ ആത്മവിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും നേരിടാനാകാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു. അതെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കണം. ജീവിത പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകണം. ഭാർഗവിക്കുട്ടിയുടെ കഥ കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഭാർഗവിക്കുട്ടി എങ്ങനെയാ ഈ കിണറ്റിൽ വീണത്? വീണതല്ല, എന്നെ ഈ പൊട്ടിക്കിണറ്റിലേക്ക് തള്ളിയിട്ടതാണ്. ആത്മാവിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു പാവം പെൺകുട്ടിയായിരുന്നു ഞാൻ. പാട്ടും നൃത്തവുമായിരുന്നു എൻ്റെ ജീവൻ. എൻ്റെ ചിലങ്കകളുടെ നാദത്തിൽ വേദികൾ ഉണരുമായിരുന്നു. ഒരു നാൾ എനിക്കൊരു സമ്മാനം കിട്ടി. രക്തനക്ഷത്രം പോലെ കടുംചുവപ്പായ ഒരു പൂവ്. അതൊരു ഹൃദയമായിരുന്നു. എനിക്ക് ലഭിച്ച സ്നേഹവും അംഗീകാരവുമായിരുന്നു. പക്ഷേ എൻ്റെ സന്തോഷം നീണ്ടു നിന്നില്ല. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിയപ്പെട്ടു. ഇരുട്ട് നിറഞ്ഞ ഈ പൊട്ടക്കിണറ്റിൽ വീണ് പിടയാനായിരുന്നു എൻ്റെ വിധി. വഴിയിൽ ഓരോരോ കാൽശബ്ദം കേൾക്കുമ്പോഴും ഈ പൊട്ടക്കിണറ്റിൽ നിന്നുള്ള മോചനം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ഒരു ജീവിതമാണ്. അതെ, ജീവിതത്തിന്റെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. അല്ല, കുഞ്ഞു പാത്തുമ്മയ്ക്ക് ഒന്നും പറയാനില്ലേ? ഒന്നും അറിയാത്ത ബുദ്ധിസായിരുന്നു ഞാൻ. മുടി ചീകിയാൽ കാഫിറച്ചിയാവുമെന്നും മുല്ലപ്പൂക്കൾ വെച്ചാൽ തലയിൽ എബിലീസ് കയറുമെന്ന് വിശ്വസിച്ച വെറും ബുദ്ധൂസ്. ഉച്ചത്തിൽ വർത്തമാനം പറയാനും കൂട്ടുകാരുമൊത്ത് കളിക്കാനും എനിക്ക് പേടിയായിരുന്നു. അടക്കവും ഒതുക്കവും ഇല്ലാത്തവളാകുമോ എന്ന പേടി. വഴുതലില്ല എന്നുപോലും ശരിക്കും പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കയ്യിൽ പാലപാടവും നോട്ട് പുസ്തകവും തന്ന് എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് ആയിഷയും നിസാർ അഹ്മാനുമാണ്. അറിവാണ്, വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. ഇന്ന് പെൺകുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങൾ, അതിക്രമങ്ങൾ എന്നിവ നേരിടാൻ നമുക്ക് വിദ്യാഭ്യാസം കൂടിയിരിക്കും. കുഞ്ഞിപ്പാത്തു ഇന്ന് പഴയ ആളെയല്ല, ആത്മവിശ്വാസമുള്ള പുതിയ കുഞ്ഞിപ്പാത്തുവും. പക്ഷേ പെണ്ണുങ്ങളുടെ പര്യായമാണ് ബുദ്ധൂസ് എന്ന് ബഷീർ എഴുതിയതിൽ എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരനായിരുന്ന മജീദ് അങ്ങനെ ആയിരുന്നില്ല. അവനായിരുന്നു സ്കൂളിലെ മണ്ടശിരോമണി. ഒന്നും എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഇമ്മണി വലിയ ഒന്ന്. ഞങ്ങൾ
ബഷീർ എഴുതിയിട്ടുണ്ട്. എന്റെ മധുര സുരഭിലമായ സുന്ദര വെളിച്ചമേ, പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു കഥയും ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ലേ പാത്തുമ്മ? അതെ അതെ, ഞാനും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു. എൻ്റെ ആടായിരുന്നു എൻ്റെ എല്ലാം. അതിന് കഞ്ഞിവെള്ളം കൊടുത്തോ എന്നാ ഞാൻ എപ്പോഴും അന്വേഷിക്കാറ്. വിശക്കുമ്പോൾ ബഷീർക്കാരുടെ പുസ്തകങ്ങളൊക്കെ എൻ്റെ ആട് സാപ്പിടും. എൻ്റെ ആടൊന്ന് പേരട്ടെ, അപ്പം എൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാടെല്ലാം മാറുമെന്ന് ഞാൻ കരുതി. എൻ്റെ ആടായിരുന്നു എൻ്റെ പ്രതീക്ഷ. പാത്തുമ്മയുടെ ആട് ഒരു പ്രതീകമാണ്. സ്വയം പര്യാപ്തത നേടുന്നതും പ്രധാനമാണ്. അപ്പോൾ തർക്കം വേണ്ട, ആരും ആരെയും കളിയാക്കി ചിരിക്കണ്ട. ബുദ്ധൂസ് മണ്ഡശിരോമണി എന്നൊന്നും ഇനി കുട്ടികളെ കളിയാക്കി വിളിക്കുവാൻ പാടില്ല. എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തമല്ലേ, അത് നമ്മൾ തിരിച്ചറിയണം. ഇത് ലിംഗനീതിയുടെ കാലമാണ്. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യസ്തമില്ലാതെ കുട്ടികൾക്ക് കളിക്കുവാനും പഠിക്കുവാനും ഒക്കെ പറ്റണം. അറിവ് മാത്രമല്ല, നമ്മുടെ സൈനവയെ പോലെ സാമ്പത്തിക സുരക്ഷയും ഓരോ പെൺകുട്ടിയും നേടണം. അല്ലേ സൈനവ? അത് ശരി. ആഗ്രഹത്തിനൊത്ത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കുടുംബത്തിന് വേണ്ട വരുമാനം ഈ ചായക്കടയിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എന്റെ കുഞ്ഞിപ്പാത്തു, അന്നോട് ഞാൻ പറഞ്ഞതാ, നിക്കാൻ കഴിക്കാൻ പോണ പെണ്ണുങ്ങള് ചായ അനത്താനും കഞ്ഞി വെക്കാനും പഠിക്കണമെന്ന്. നിക്കാഹ് അല്ല ഉമ്മ പെൺകുട്ടികളുടെ ലക്ഷ്യം. എനിക്ക് കോളേജിൽ പഠിക്കണം, വലിയ പരീക്ഷകൾ ജയിക്കണം, പഠിച്ചു വലുതായി നല്ല ജോലി നേടണം. ഒരു കൊമ്പനാനയോളം വലിയ സ്വപ്നങ്ങളുണ്ട് എനിക്ക്. സ്വന്തം കാലിൽ നിന്നിട്ട് മതി എനിക്ക് നിക്കാഹ്. കുഞ്ഞുപാത്തുമ്മയെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ സൈനികയെയും ഐഷയ്ക്ക് പഠിപ്പിച്ചുകൂടെ? തീർച്ചയായും വിദ്യാഭ്യാസം എന്നാൽ വെറും അറിവുണ്ടാക്കൽ മാത്രമല്ല, നമ്മുടെ ആത്മവിശ്വാസവും മനഃശക്തിയും വർദ്ധിപ്പിക്കുന്നതും ഏറെ പ്രധാനമാണ്. അറിവ് നേടുന്നതിനോടൊപ്പം നമ്മുടെ പെൺകുട്ടികൾ സൈനികയെ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാവട്ടെ. അവർ വീടിനും നാടിനും വെളിച്ചം നൽകുന്നവരാകട്ടെ. സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നമുക്ക് മുന്നേറാം. 4 ചുറ്റും ഉയരുന്ന മതിലുകൾക്കപ്പുറത്ത് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. ആകാശം മുട്ടുന്ന പ്രതീക്ഷകളിലേക്ക് ഉയർന്നു പറക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. ചിറകുകൾ കരിഞ്ഞാലും ചിതയിലെറിഞ്ഞാലും ഈ വെളിച്ചം അണയാതെ ഞങ്ങൾ സൂക്ഷിക്കുന്നു, വരും തലമുറയിലെ പെൺകുട്ടികൾക്കായി. തിരിച്ചറിവിന്റെ ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം! സ്ത്രീ ശക്തിയുടെ ഈ പുതു വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം! ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. അതോ നിങ്ങളും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും ഒടുവിൽ ഞാൻ മാത്രമായി അവശേഷിച്ചത്? വിസ്മൃതിയിൽ ലയിച്ചു പോയ ഇന്നലകളിൽ എനിക്കേറെ പരിചിതരായവർ, എൻ്റെ പ്രിയ കഥാപാത്രങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ പോയി കഴിഞ്ഞു. ഭൂതകാലത്ത് നിന്ന് ഒരു സ്വപ്നം പോലെ കടന്നു വന്ന് ഇപ്പോൾ അവരെങ്ങോട്ടാണ് അവർ പോയത്? വർത്തമാനകാലത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന തിളക്കമുള്ള ഭാവിയിലേക്ക് മാറ്റത്തിൻ്റെ കാലച്ചുകൾ ഇതാ അടുത്തടുത്ത് വരും. അനർഘ നിമിഷം ഈ പെൺകുട്ടികളെ കാത്തിരിക്കുന്നത് പ്രതീക്ഷയുടെ, ആത്മവിശ്വാസത്തിൻ്റെ, സ്വയം പര്യാപ്തതയുടെ ഉജ്ജ്വലമായ ഭാവിയാണ്. നമുക്കൊന്നിച്ച് ഇവരെ യാത്രയാക്കാം. എല്ലാവർക്കും മക്കളും ശുഭം.